എൻ്റെ പേര് ജോളിയാ. ഇതെൻ്റെ മീൻകടയാണ്. വഴിയോര കച്ചവടമാണ്. ഇത് അമ്മയാണ്. അതിൻ്റെ കൂടെ സഹായിക്കുന്ന ചേച്ചിയാണ്. പിന്നെ ഇപ്പം മീനൊക്കെ വളരെ കുറവാണ്. മീൻ റേറ്റ് കാരണം കസ്റ്റമറൊക്കെ വന്ന് ഭയങ്കര പരാതിയാ, മീന് വില കൂടുതലാണെന്നൊക്കെ പറയും. നമ്മൾ കൂടുന്നതല്ല, നമ്മൾ 1 കിലോയ്ക്ക് ഒരു 50 രൂപയാണ് മാർജിൻ ഇടുന്നത് ചിലവ് പോയിട്ട്. പക്ഷെ അവർക്ക് അറിഞ്ഞുകൂടാ, കടലിൽ ഇപ്പം ഒത്തിരി കാലത്തിന്റെ പോക്കനുസരിച്ച് കടലിൽ ഒത്തിരി മാലിന്യങ്ങളും അതും കാരണം മത്സ്യസമ്പത്ത് കുറയുവാണ്. ചെറുത് മുതൽ വലുത് വരെ ലഭ്യത കുറവാണ്. അളവ് കുറയുന്നതിനനുസരിച്ച് റേറ്റ് കൂടിക്കൊണ്ടിരിക്കുക. പിന്നെ നമുക്കിതൊരു ശാശ്വതമായിട്ടുള്ള ജീവിത മാർഗമല്ല, വഴിയോര കച്ചവടമാണ്. ഏത് നിമിഷം വേണമെങ്കിലും കോർപ്പറേഷൻകാർ വന്ന് ഇത് മാറ്റിക്കൊണ്ട് പോകാന്നുള്ള ഒരു അവസ്ഥയാണ്. നമുക്ക് സ്ഥിര വരുമാനമില്ല. ഇപ്പം ആഴ്ചയിൽ 7 ദിവസം ഉണ്ടെങ്കിൽ അതിലൊരു 4 ദിവസം ചിലപ്പോൾ ഒരു ആവറേജ് കച്ചവടം നടക്കും. പിന്നെ 3 ദിവസം. ഇപ്പൊ ഈ ഒരാഴ്ച എന്ന് വെച്ചാൽ ഒട്ടും കച്ചവടം ഇല്ലാത്തവര്, ഈ കച്ചവടം ഇല്ലാതെ നടക്കുമ്പോഴത്തേക്ക് ചെറിയ മീനൊക്കെ നമുക്ക് ചീത്തയായി പോകുന്ന ഒരു അവസ്ഥയാണ്. അപ്പം നമുക്ക് അതുമില്ലാതെ ഈ ഒരു കട ഇവിടെ തന്നെ നമുക്ക് വേണമെന്നുള്ള ഒരിതുണ്ട്. പിന്നെ ഇതിനിടയ്ക്ക് തന്നെ ഗവൺമെന്റിന്റെ തന്നെ സ്ഥാപനങ്ങളൊക്കെ ഉദ്ഘാടനം ആവുക. അപ്പൊ അവര് ബൾക്കായിട്ട് എടുത്ത്, നമ്മൾ കുറച്ച് ചെറിയ കച്ചവടക്കാരാണ്. നമ്മളൊരു 10 കിലോ 15 കിലോ മീൻ എടുത്തോണ്ട് വന്ന് ഡെയിലി കച്ചവടം ചെയ്യുന്ന ഒരവസ്ഥയാണ്. പക്ഷെ ഇതിനിടയ്ക്ക് ഗവൺമെന്റ് തന്നെ ഒരു ഫിസ്റ്റാളായിട്ട് ഇട്ട് കൊടുക്കുമ്പോൾ അവര് ബൾക്കായിട്ട് എടുക്കുമ്പോഴത്തേക്ക് അവർക്ക് റേറ്റ് കുറച്ച് അവര് പറയുന്ന എമൗണ്ടിനാണ് അവർക്ക് മീൻ കിട്ടുന്നത്. നമ്മൾ പോകുമ്പോ അങ്ങനെയല്ല, അവര് പറയുന്ന എമൗണ്ടിന് നമ്മൾ എടുക്കേണ്ടി വരും. അപ്പൊ ഇതിനിടയ്ക്ക് ഗവൺമെന്റിന്റെ ഒരു സ്ഥാപനം കൊണ്ടിടുമ്പം നമുക്കത് ഭയങ്കര തിരിച്ചടിയാവുക. ഇപ്പം ഒരു 2 ദിവസത്തിന് മുമ്പ് നമ്മുടെ ഈ തീരദേശ മേഖലയിൽ തന്നെ ഒരു ഫിസ്റ്റാൾ എന്ന് പറഞ്ഞിട്ട് ഗവൺമെന്റിന്റെ ഒരു സ്ഥാപനം ഉദ്ഘാടനമായിരിക്കുക. അപ്പൊ അത് എത്രത്തോളം നമുക്ക് ഇടിവാണെന്ന് നമുക്ക് പോകും തോറേ മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ. എന്നുവെച്ചാൽ അവര് നമ്മളെക്കാള് റേറ്റ് കുറച്ചിടുവാണെങ്കിൽ നിശ്ചയം ആൾക്കാർ അവിടെ പോത്തുള്ളൂ. ഇതെല്ലാമാണ് നമ്മൾ നേരിടുന്ന പ്രശ്നങ്ങൾ. ഇതാണ് ഇപ്പം ഈ കിളിമീൻ എന്ന് പറഞ്ഞിട്ട് ഇത്രയും ചെറിയ മീനാണ് ഇടുന്നത്. ഈ ചെറിയ മീനിന് തന്നെ ഇപ്പം ഞങ്ങൾക്ക് അവിടെ 220 രൂപ റേറ്റ് വീണേക്കുക. അപ്പൊ ഇതിന്റെ ഐസും ചെലവും സഹിതം നമ്മളിവിടെ 50 രൂപ മാർജിൻ ഇട്ട് ഇടുമ്പം ആൾക്കാർക്ക് അത് ഭയങ്കര, ഈ ചെറിയ മീൻ ഇത്രയും വിലയാണോന്ന്. ഇപ്പൊ കൊഞ്ച് കിട്ടുന്നത് കുറവാണ്. ഇത് കഴന്തം കൊഞ്ചാണ്, ചെറിയ സൈസാണ്. പിന്നെ ഇപ്പം വനാമി എന്ന് പറയുന്ന ഒരു ഐറ്റം കിട്ടാനുണ്ട്. അത് വളർത്തു കൊഞ്ചാണ്. ഒരിക്കലും ആരും ആ ഒരു കൊഞ്ച് കായലിലെ കൊഞ്ചാണെന്ന് മേടിച്ച് കഴിക്കരുത്. ഒത്തിരി അലർജി അസുഖമൊക്കെ ഉള്ളവർക്കാണെങ്കിൽ ആ കൊഞ്ച് കഴിച്ച ഉടനെ പെട്ടെന്ന് കയറി തൊണ്ടയൊക്കെ ഇത് ടൈറ്റ് ആയിക്കൊണ്ട് അതൊരു അറ്റാക്കിന് വരെ സാധ്യതയുള്ള ഒരു സംഭവമാണ്. ഒരിക്കലും ആരും അത് മേടിച്ച് കഴിക്കരുത്. വനാമി കായലിലെ കൊഞ്ചെന്ന് പറഞ്ഞിട്ടാണ് ചിലരത് കച്ചവടം ചെയ്യുന്നത്. നമ്മൾ ആ വനാമി കൊഞ്ച് എടുക്കാറില്ല. പിന്നെ ഇത് മഞ്ഞ ചെമ്പല്ലിയാണ്, വള്ളക്കാരുടെ ചൂണ്ട മീനാണ്. ഇത് ഫ്രഷ് മീനാണ്. ഫ്രഷ് മീനാണ്. ഇതാണ്ട് നോക്കിക്കോ, ഉണ്ടാ മഞ്ഞപ്പേള എന്നാണ് വള്ളക്കാര് പറയുന്നത്, അല്ലാതെ അറിയപ്പെടുന്ന മഞ്ഞ ചെമ്പല്ലി. ഇതാണ്ട് ആവോലിക്കൊക്കെ നല്ല റേറ്റാ. പിന്നെ വേളാപ്പാരയുണ്ട്. ഇതാണ്ടത് അമൂറ്, ഗൾഫുകാരുടെ അമൂറുടെ നമ്മുടെ സ്വന്തം പട്ടിക്കലവ എന്ന് പറയും, അഴുകയെന്നും പറയും. പിന്നെ കേരചൂരയാണുള്ളത്, റെഡ് മീറ്റ് ആണ്.